ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കറക്റ്റ് ഇൻഫർമേഷൻ ആണോ? ശരി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. എന്താ ഒരു ടെൻഷൻ പോലെ? ആ ACP സാന്ദ്ര തോമസ് പറ്റിച്ചല്ലോ. എന്താ പ്രശ്നം? നമ്മൾ കൊടുത്ത കേസിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നല്ലോ. അവന്തികയ്ക്ക് അനുകൂലമായിട്ടാ അവര് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു? സാന്ദ്ര മേഡം ഒരു നല്ല ഓഫീസർ ആണെന്നാണല്ലോ കേട്ടത്. അതെ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസർ ആണെന്ന് അങ്ങനെയാ ഞാനും അവരെ കുറിച്ച് കേട്ടത്. ACP സാന്ദ്ര തോമസിനെ പോലൊരാള് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല. എതിർഭാഗത്ത് അവന്തികയല്ലേ? നമ്മൾ എന്തും പ്രതീക്ഷിക്കണമായിരുന്നു. റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പ്രോപ്പർട്ടീസ് എല്ലാം അവന്തിക അസോസിയേറ്റ്സിന്റെ പേരിലുള്ളതാണെന്ന ACP സാന്ദ്ര തോമസിന്റെ റിപ്പോർട്ട്. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേര് പോലും അതിൽ ഒരിടത്തുമില്ല. ഇനി എന്ത് ചെയ്യും? കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധി വരുമോ? ഹേയ്, കോടതിക്ക് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. തെളിവും സാക്ഷികളൊക്കെ വേറെ ഉണ്ടല്ലോ. എന്നാലും ACP സാന്ദ്ര തോമസിനെ പോലൊരു ഓഫീസറുടെ റിപ്പോർട്ട് എന്ന് പറയുമ്പോ കോടതി അങ്ങനെ തള്ളിക്കളയോ? തള്ളിക്കളയില്ല, കോടതി അത് പരിഗണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി കൂടി പണിയെടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അവരുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് കോടതിയിൽ നമ്മൾ തെളിയിക്കണം. അതൊക്കെ എങ്ങനെ തെളിയിക്കും? അതിനെക്കുറിച്ച് ഓർത്ത് സച്ച് പേടിക്കണ്ട. ഇതുപോലുള്ള പല റിപ്പോർട്ടുകളും കോടതിയിൽ ഞങ്ങൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. യഥാർത്ഥ വസ്തുക്കളും ACPയുടെ റിപ്പോർട്ടും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയ ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. എന്തായാലും കോടതിയിൽ നിന്ന് നാളെ അവന്തികയ്ക്ക് സമൻസ് പോവും. എൻക്വയറി ഓഫീസറെയും അവന്തികയെല്ലാം കോടതിയിൽ വിസ്തരിക്കണമല്ലോ. വരട്ടെ, നോക്കാം. ആരതി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ വല്ലാത്തൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. നമ്മള് ജയിക്കും അല്ലേ? സത്യം എന്തായാലും ജയിക്കും സച്ചി. പോ നമുക്ക്. ഇപ്പോഴാ താൻ ശരിക്കും ഈ വീടിന്റെ വീട്ടമ്മയായത്. ഇതുപോലെ സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. സഹോദരിക്ക് പണി കിട്ടുന്നതിലേ ഇത്രയും സന്തോഷമുള്ള ഒരു സഹോദരനെ ഈ അടുത്ത് ഞാനും കണ്ടിട്ടില്ല. അതല്ലടോ, അവളുടെ മനസ്സില് സ്വാർത്ഥതയുടെ ഒരു വലിയ കൊമ്പുണ്ട്. അതൊടിച്ചു കളയണം. എന്നാലേ അവൾക്കൊരു നല്ല ഭാര്യയെ ജീവിക്കാൻ കഴിയൂ. അതിനു പറ്റിയ ഏറ്റവും നല്ല അവസരമായത്. താനത് നല്ലപോലെ ഉപയോഗിച്ചു. ഇനി പവർ വിട്ട് കളയരുത്. ഞാനങ്ങനെ ആരുടെയെങ്കിലും മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇത്. ആ സാഹചര്യത്തിൽ അങ്ങനെ പൊട്ടിത്തെറിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് സത്യസന്ധമായി പെരുമാറാൻ കഴിയുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം.